मेरे प्यारे बच्चों, साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूँ। बच्चों आप ठीक है ना? എന്റെ മക്കളെല്ലാവരും സുഖമായിരിക്കുന്നോ? യെസ് മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നിങ്ങൾ റെഡി അല്ലേ? അച്ഛാ ബച്ചോ ദേക്കിയേ. യെസ്, എന്താണ് ഈ പാഠം? മാർച്ച് അല്ലേ എന്റെ മക്കൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? മാർച്ച് എന്നുള്ള പാഠഭാഗം പഠിച്ചു. എന്താണ് ഈ പാഠഭാഗം? യെസ്, സംസ്മരണാത്മക ലേഖ അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് അല്ലേ. ഓർമ്മക്കുറിപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? മാർച്ച് എന്ന പാഠഭാഗത്തിലൂടെ പഠിച്ചത്. റെഡി അല്ലേ? അപ്പൊ ഇത് ആരുടേതായിരുന്നു? ഹാജി സുശീൽ ശുക്ല അല്ലേ. സുശീൽ ശുക്ലിന്റെ പാഠഭാഗമായിരുന്നു മാർച്ച് എന്നുള്ളത്. റെഡിയാണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സുശീൽ ശുക്ലിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. ഓക്കെ, റെഡി അല്ലേ? അച്ഛാ ദേക്കിയേ, സുശീൽ ശുക്ല ആരാണ്? സുശീൽ ശുക്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. യുവ കവി और संपादक और अनुवादक शैक्षिक कार्यकर्ता आदि के रूप में मशहूर അല്ലേ. എന്താണ് മക്കളെ ഇവിടെ പറഞ്ഞത്? യുവ കവിയാണ്. അതേപോലെ പിന്നെ ആരാണ്? സമ്പാദക് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? യെസ്, എഡിറ്റർ അല്ലേ. എഡിറ്റർ ആണ് അല്ലേ. എഡിറ്റർ ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അനുവാദക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ ആണ്. അനുവാദക് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ശൈക്ഷകാര്യകർത്ത എന്താണ് അങ്ങനെ പറഞ്ഞാൽ മക്കളെ? വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു. ആര്? യെസ്, നമ്മുടെ സുശീൽ ശുക്ല. ക്ലിയർ ആണോ? അപ്പോ എഡിറ്റർ ആയിരുന്നു, ട്രാൻസ്ലേറ്റർ ആയിരുന്നു, അതേപോലെ വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഇനിയോ ആദിക്കെ രൂപമേ മഷ്ഹൂർ മുതലായവ ആരായിരുന്നു? മഷ്ഹൂർ ആയിരുന്നു, പ്രമുഖനായിരുന്നു, അല്ലെങ്കിൽ പ്രശസ്തനായിരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. പ്രമുഖൻ. ക്ലിയർ ആണോ? യെസ്. ഇനി പറയാം അവരുടെ ജന്മം എന്നാ നോക്കാം. ആപ്കാ ജന്മ 25 മാർച്ച് 1974 എവിടെയാണ് ഇനി ജനിച്ചിട്ടുള്ളത്? യെസ്, മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ എവിടെ? ഹോഷങ്കാബാദ് എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു. അതേപോലെ പിന്നെ എവിടെയാണ്? ഖടാഖാഡ് നാമക് ഗാവ് ഖടാഖാഡ് എന്ന ഗ്രാമത്തിലാണ് അവരെന്ത് ചെയ്ത് ജനിച്ചത്. അപ്പൊ മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിലെ ഖടാഖാഡ് എന്ന് പേരുള്ള ഗ്രാമത്തിൽ എന്ത് ചെയ്തു? അവർ ജനിച്ചു. ക്ലിയർ ആണോ മക്കളെ? ഇനി നിങ്ങളെ പോലുള്ള മക്കൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ബച്ചോ കേ ലിയേ 10 കിതാബേം ലിഖി ഹേ. കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? 10 കിതാബ് 10 പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലിഖി ഹേ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ സുശീൽ ശുക്ലാരാ ചില്ലറ ആളൊന്നല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയോ സൗസെ അതി കവിതായെ പ്രകാശിത് ഹുയി. യെസ്, എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ പരം അല്ലേ. സൗ അല്ലേ, എന്താ പറഞ്ഞ? സൗ എന്ന് പറഞ്ഞാൽ 100. സൗസെ എന്ന് പറഞ്ഞാൽ 100ൽ പരം അല്ലേ. 100ൽ പരം അധിക കവിതായെ പ്രകാശിത് ഹുയി. 100ൽ പരം കവിതകൾ എന്ത് ചെയ്തു? പ്രകാശനം ചെയ്തിട്ടുണ്ട് നമ്മുടെ സുശീൽ ശുക്ലിൻ്റെത്. ക്ലിയർ ആണോ? ഇനി എന്താണ് പറയുന്നത്? ബാൽ വിജ്ഞാൻ പത്രിക ചക്മക് കെ സമ്പാദക്. എന്താ ഇവിടെ പറഞ്ഞത്? ബാൽ വിജ്ഞാൻ പത്രിക ആയിട്ടുള്ള ചക്മക്കിന്റെ എഡിറ്റർ ആണ് അല്ലെ. സമ്പാദക് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ ആദ്യമേ പറഞ്ഞു. അദ്ദേഹം സമ്പാദകാണ്, അനുവാദകാണ്, പിന്നെ ശൈക്ഷകാര്യകർത്താവ്. സമ്പാദകൻ എന്താ മക്കളെ? ഹാജി എഡിറ്റർ ആണ്. അപ്പൊ അദ്ദേഹം ബാൽ വിജ്ഞാൻ പത്രികയായ ചക്മക്കിന്റെ എഡിറ്റർ കൂടിയായിരുന്നു. ആരെ? നമ്മുടെ സുശീൽ ശുക്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താ പറഞ്ഞേ? ഏകലവ്യ. യെസ്, ഏകലവ്യ ശൈക്ഷിക അനുസന്ധാൻ സംസ്ഥാക്കെ മുഖ്യ കാര്യകർത്ത. എന്താ മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? ഏകലവ്യ എന്ന് പേരുള്ള ഒരു വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനത്തിന്റെ, അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനത്തിന്റെ എന്തായിരുന്നു? മുഖ്യ പ്രവർത്തകനായിരുന്നു അല്ലെ. ശൈക്ഷകാര്യകർത്താവോ എന്ന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. എന്നാൽ ഏകലവ്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യകർത്താവ്, അതായത് മുഖ്യ പ്രവർത്തകൻ കൂടിയാണ് ആര്? നമ്മുടെ സുശീൽ ശുക്ല. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ സുശീൽ ശുക്ലനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സുശീൽ ശുക്ലനെ മനസ്സിലായില്ലേ? റെഡി അല്ലേ മക്കളെ? അച്ഛാ ബച്ചോ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.